ഓണം സീരീസിലെ നമ്മുടെ അടുത്ത വിഭവം ക്യാബേജ് തോരനാണ് കേട്ടോ. ക്യാബേജ്, സവാള, ക്യാരറ്റ്, പച്ചമുളക്, ഒരല്ലി വെളുത്തുള്ളി, കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ട് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൈവച്ച് ഇതുപോലെ നന്നായി ഞെരടിയെടുത്ത് മാറ്റി വയ്ക്കാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ക്യാബേജ് ഒരു പകുതി വേവായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നാളികേരവും ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. നന്നായി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ദേ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയായി. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുത്ത ഗ്രീൻ പീസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് നിങ്ങളുടെ ഓണസദ്യയിൽ എൻ്റെ ഈ ക്യാബേജ് തോരൻ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയും പുതിയൊരു വിഭവമായിട്ട് നമുക്ക് പിന്നെ കാണാം.